കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വം ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് കൊല്ലം ജില്ലയിൽ പൂർണ്ണമായിരുന്നു. വിലക്കയറ്റം തടയുക, ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന നിർത്തുക, സാമ്പത്തിക തകർച്ച മൂലം തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുക, മിനിമം കൂലി 10,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. ജില്ലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTCയും ജലഗതാഗത വകുപ്പും സർവീസ് നടത്തിയില്ല. സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഓഫീസുകളിൽ ഹാജർ നില നന്നേ കുറവായിരുന്നു. ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. തിങ്കളാഴ്ച 12 മുതൽ ചൊവ്വാഴ്ച രാത്രി 12 വരെയായിരുന്നു പണിമുടക്ക്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലത്തെ മാധ്യമപ്രവർത്തകർ KUWGയുടെ നേതൃത്വത്തിലും പ്രകടനം നടത്തി. പ്രസ് ക്ലബ് മൈതാനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിക്കുകയായിരുന്നു. തുടർന്ന് പ്രസ് ക്ലബ്ബ് ഹാളിൽ പ്രതിഷേധ യോഗവും ചേർന്നു. ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ പ്രകടനം നടത്തി. റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചിന്നക്കട ക്ലോക്ക് ടവറിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം UTUC നേതാവ് AA അസീസ് MLA ഉദ്ഘാടനം ചെയ്തു. കാലഹരണപ്പെട്ട തൊഴിൽ നിയമങ്ങളാണ് തൊഴിൽ മേഖലയിൽ ഇന്നുള്ളതെന്നും ഇതെല്ലാം പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും MLA പറഞ്ഞു. ഈ പണിമുടക്ക് സമരത്തിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിനകം പ്രാദേശിക തലത്തിൽ സെക്ടർ അടിസ്ഥാനത്തിലെല്ലാം തന്നെ ധാരാളം വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളികൾ ജീവിക്കുവാൻ അനുവദിക്കുക, ചുരുക്കി പറഞ്ഞാൽ പണിയെടുക്കുന്നതിന് അർഹമായ വേതനം, പണിയെടുക്കുന്നവന്റെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അതിനർഹമായ വേതനം, അതിനർഹമായ സേവന വ്യവസ്ഥകൾ, ഇതാണ് ഈ പണിമുടക്കിൽ കൂടി ഉന്നയിക്കുന്ന ആവശ്യം. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ N അഴകേശൻ, K തുളസീധരൻ, മുൻ മേയർ N പത്മലോചനൻ, ശിവജി സുദർശനൻ, ഫിലിപ്പ് K തോമസ്, R രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.